ഹായ് ഫ്രണ്ട്സ്, അനൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മറ്റെങ്ങല്ല കൊല്ലത്തുള്ള ആശ്രാമം മൈതാനത്തേക്കാണ്. കൊല്ലത്തിൻ്റെ തന്നെ ഹൃദയഭാഗം എന്ന് പറയുന്നതാണ് ആശ്രാമം മൈതാനം. കൊല്ലം പൂരം, ഫെസ്റ്റുകൾ, മറ്റനവധി പരിപാടികളെല്ലാം നടത്തപ്പെടുന്നത് കൊല്ലത്തെ ഈ ആശ്രാമം മൈതാനത്ത് വെച്ചാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തെ എക്സിബിഷൻ കാണാനാണ്. എക്സിബിഷൻ മറ്റൊന്നുമല്ല, 1912 ദ വേൾഡ് മോസ്റ്റ് ലാർജസ്റ്റ് ആൻഡ് ലക്ഷറി ഷിപ്പായ ടൈറ്റാനിക്കിൻ്റെ ഒരു മോഡലാണ് ഇവിടെ ഒരു എക്സിബിഷനായിട്ട് നടത്തുന്നത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ വലിയ DJ അമ്യൂസ്മെൻറ്റ് ഗ്രൂപ്പാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 100 രൂപയായിരുന്നു. ഞങ്ങൾ 4 പേരാണ് പോയത്, അപ്പം 400 രൂപ. അങ്ങനെ സിനിമകളിൽ മാത്രം കണ്ട് പരിചയമുള്ള ടൈറ്റാനിക് എന്ന മഹാ അത്ഭുതം നമ്മൾ മോഡലാണെങ്കിൽ കൂടിയും നമുക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ കാണാം. ഉള്ളിലേക്ക് കയറുമ്പോൾ DJ അമ്യൂസ്മെൻറ്റ് പ്രസൻറ്റ് ടൈറ്റാനിക് എക്സിബിഷൻ എന്നൊരു നെയിം കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ സിനിമയിൽ കണ്ട അതേ ഒരു ഫീലാണ് കിട്ടുന്നത്. ഡോറുകളാണ് ഈ കാണുന്നത്. ആ ലൈറ്റൊക്കെ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവരെ ടൈറ്റാനിക്കിലെ മ്യൂസിക്കും പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ കാഴ്ചകളും വിത്ത് മ്യൂസിക്കോടാകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറച്ച് നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്റ്റെയർ കേസ് കാണാം. സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ടാണ് സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഏരിയ വെച്ചിരിക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റെപ്പ് കയറി സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഈ ഒരു സ്റ്റിയറിങ് ഏരിയ. അതിനിടയ്ക്ക് ഞാനിവിടെ പോയി ഒന്ന് സ്റ്റിയർ ചെയ്ത് നോക്കി. സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ നമ്മുടെ ടൈറ്റാനിക് മൂവിയുടെ ഹീറോയിനായിട്ടുള്ള റോസിൻ്റെ ഒരു നല്ല അടിപൊളി ഒരു ഫോട്ടോയും അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജെയിംസ് കാമറോണിൻ്റെയും ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്തിൻ്റെയും കൂടാതെ റോസിൻ്റെ ആ ഒരു വൃദ്ധകാലം അഭിനയിച്ച ഗ്ലോറിയയുടെയും പിന്നെ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ ഫോട്ടോസൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നതും വളരെ നന്നായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ജാക്കിൻ്റെ കൂടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഒരിക്കലും മുങ്ങാത്തതെന്ന് വിശേഷിക്കപ്പെട്ട ടൈറ്റാനിക് കപ്പൽ ആദ്യത്തെ യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് 2 മണിക്കൂറും 40 മിനിറ്റിന് ശേഷം 1912 ഏപ്രിൽ 15 മുങ്ങുകയും ആകെ ഉണ്ടായിരുന്ന 2223 യാത്രക്കാരിൽ 1517 പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തു. ടൈറ്റാനിക് ഇന്നും ജനങ്ങളുടെ മനസ്സിലൊരു മായാത്ത വേദനയായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അപകടത്തിന് ശേഷം 70-ലേറെ വർഷങ്ങൾ കഴിഞ്ഞാണ് കപ്പലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയത്. അറ്റ്ലാന്റിക്കിൻ്റെ 4 കിലോമീറ്ററോളം ആഴത്തിലാണത് കിട്ടിയത്. അത് കാണാനായിട്ട് ഇന്നും അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചാരികൾ പോകുന്നത് ടൈറ്റാനിക് എത്രത്തോളം മനുഷ്യ മനസ്സുകളിൽ പതിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. 1997 ജെയിംസ് കാമറോൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക് എന്ന വിശ്വവിഖ്യാതമായ ചലച്ചിത്രം കപ്പലിനെ ഇന്നും ലോകത്തിന് ആശ്ചര്യവും അത്ഭുതവും വേദനാകരവുമാക്കുന്നു. കപ്പലിൻ്റെ അവശിഷ്ടങ്ങളെ വീണ്ടെടുക്കാൻ പല ശ്രമങ്ങളും നടന്നെങ്കിലും വിജയിച്ചില്ല. കപ്പലിൻ്റെ പഴക്കവും അന്നത്തെ സാങ്കേതികവിദ്യയുടെയും ന്യൂനതയുടെയും ഭീമമായ സാമ്പത്തിക ചിലവുമായിരുന്നു കാരണം. മാത്രമല്ല, കപ്പൽ കിടക്കുന്നിടത്ത് കപ്പലിൻ്റെ അവശിഷ്ടങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളുടെ ആവാസ വ്യവസ്ഥയും രൂപപ്പെട്ടിരുന്നുണ്ടായിരുന്നു. ഇതിൽപ്പെട്ട ബാക്ടീരിയകൾ ദിനം പ്രതി ടൈറ്റാനിക്കിൻ്റെ 180 കിലോയിലേറെ ഇരുമ്പ് തിന്നു തീർക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ടൈറ്റാനിക് കടലിനടിയിൽ അവശേഷിക്കുകയുള്ളൂ. കൂടാതെ 2023 ജൂൺ മാസം ടൈറ്റാനിക് സന്ദർശിക്കാൻ അറ്റ്ലാന്റിക്കിനടിയിലേക്ക് പോയ ടൈറ്റൻ എന്ന പേടകം തകർന്ന് 5 പേർ മരിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ജെയിംസ് കാമറോൺ കഥയും തിരക്കഥയും സംവിധാനവും സഹനിർമ്മാണവും നിർവഹിച്ച് 1997 RMS ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ ദുരന്തത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു ചലച്ചിത്രമാണ് ടൈറ്റാനിക്. ലിയോനാർഡോ ഡികാപ്രിയോ, കേറ്റ് വിൻസ്ലെറ്റ് എന്നിവരാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1959 ബെൻഹർ, പിന്നീട് 2003 ദ ലോർഡ് ഓഫ് ദ റിങ്സ്, ദ റിട്ടേൺ ഓഫ് ദ കിങ് എന്നീ ചിത്രങ്ങളോടൊപ്പം ഏറ്റവും അധികം ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് ടൈറ്റാനിക്. ടൈറ്റാനിക് മൂവിയും ടൈറ്റാനിക് ഷിപ്പിനെയും കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞതേ ഉള്ളൂ. ഈ കാണുന്നത് ജാക്ക് റോസിൻ്റെ പടം വരയ്ക്കുന്ന ഒരു പെയിൻറ്റിങ് റൂമാണ്. ഈ ഒരു ഏരിയ അവർ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഗൗരി ജാക്കിനൊരു കിസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റായിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നത് നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ഒരു ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസുകളും അതിൻ്റെ പിക്ചറൈസേഷനൊക്കെയാണ്. ഇതാണ് നമ്മുടെ ജാക്കും റോസും ധരിച്ച ആ ഡ്രസ്സിൻ്റെ മോഡൽ. ഇതും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ആ ഒരു ഏരിയ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഗുണ കേവിലേക്കാണ്. ഗുണ കേവിൻ്റെ ഒരു മോഡലും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുണ കേവിൻ്റെ ഏരിയയും കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. കൂടാതെ സാധാരണ എക്സിബിഷന് വരുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു, ഫുഡ് കോർട്ട്സ്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന
പിന്നെ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് കയറാൻ പറ്റിയില്ല. പിന്നെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല, അതിന് മുന്നേ നമ്മുടെ ഫോൺ ഓഫായി പോയി. കാണാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പോയി കാണണം. നമ്മുടെ പൈസ എന്തായാലും വേസ്റ്റ് ആവത്തില്ല. അങ്ങനെ മൊത്തത്തിൽ ഈ ഫെസ്റ്റ് നല്ല എൻജോയബിൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത് ഏറ്റവും ടൈറ്റാനിക്കാണ് ഇഷ്ടപ്പെട്ടത്. ടൈറ്റാനിക്കിൻ്റെ ആ ഒരു നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷെ അവർ മാക്സിമം അത് നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.